നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി ഒന്ന് ചെറുതായിട്ട് ചമ്മി. നിങ്ങളും അതുപോലെ ചമ്മാതിരിക്കാൻ വേണ്ടി ഞാൻ ആ കഥ ഒന്ന് പറയാം. വേറൊന്നുമല്ല, ഞാൻ ആ ദേവാലയത്തിൽ ചെന്നപ്പോഴേ ഒത്തിരി ആളുകളുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന ഒരു ഫാമിലി, ഒരു ഭാര്യ, ഭർത്താവ്, അവരുടെ അമ്മ, ഒരു കൊച്ചുകുട്ടി. ഇതാണ് ഫാമിലി കേട്ടോ. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും കുട്ടരെയും പള്ളിയുടെ മുമ്പിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണേ. അവരെ 3 പേരെ നിർത്തി ഫോട്ടോ എടുക്കണേ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കാനായിരിക്കുമല്ലോ ആഗ്രഹം എല്ലാവർക്കും, അല്ലേ? അപ്പം ഞാൻ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം അവിടെ പോയി നിന്നോ, എല്ലാവരുടെയും കൂടി ഞാൻ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഉപകാരം ചെയ്യാൻ വേണ്ടി ചെന്നാണ് കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എന്നെ ഒന്നിങ്ങനെ നോക്കി. ഒരു പ്രത്യേക ഭാവത്തിലാണ് കേട്ടോ നോട്ടം. നോക്കിയതിന് ശേഷം എന്ത് ചെയ്തെന്നറിയാമോ? പുള്ളി നേരെ അവരുടെ ഫാമിലിയുടെ അടുത്ത് അങ്ങോട്ട് പോയി നിന്നിട്ട് നേരെ പുള്ളി സെൽഫി എടുത്ത്. അപ്പം ഞാൻ ഇപ്പുറത്ത് നിൽക്കണേണ് ഉപകാരം ചെയ്യാൻ ചെന്നിട്ട്. അപ്പം എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻസൾട്ട് ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി. എന്നിട്ട് അവർ അവിടെ നിന്ന് ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കണേ. അപ്പോൾ എന്നെ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഓക്കെ, ഞാനവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ ഉള്ളിലെന്തോ ഒരു ഒരു ചമ്മിയ ഫീലിങ്. ഉപകാരം ചെയ്യാൻ പോയിട്ട് പണി മേടിച്ചൊരു ഫീലിങ്. ഞാനവിടെ വന്ന് ഇങ്ങനെ ഒരു ചെയറിലിങ്ങനെ ഇരുന്നിട്ട. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ പറയണേ, വേറൊന്നുമല്ല, എന്തിനാണ് ഞാൻ ചമ്മണത്? ഞാൻ അയാളോട് ഭിക്ഷയാചിക്കാൻ ചെന്നൊന്നുമല്ല, എന്നിട്ട് കൈ നീട്ടിയപ്പോൾ തരാതിരുന്നതല്ല. ഞാനൊരു ഉപകാരം ചെയ്യാൻ ചെന്ന് അദ്ദേഹം അത് നിഷേധിച്ച്, ഒന്നും പറയാതെ തന്നെ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, നമ്മളാരും ഇതുപോലെ പബ്ലിക് പ്ലേസിൽ പോയിട്ട് അങ്ങോട്ട് കയറി ഉപകാരം ചെയ്യാൻ പോകരുത്, ഇങ്ങോട്ട് ചോദിക്കാതെ കേട്ടാ. അപ്പോൾ ഇതുപോലത്തെ ചമ്മലുകൾ നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ ഒഴിവാക്കിയെടുക്കാം. ഓക്കെ.